കത്ത് കിട്ടിയ അന്ന് മുതല് ഞങ്ങൾ തമ്മിൽ പിണക്കം തുടങ്ങിയത്. എന്നോട് സത്യം പറയണം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രാജുവിന് ഋതിക മോളോട് പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നോ? എനിക്ക് മാഡത്തോട് റെസ്പെക്ട് ആയിരുന്നു. വർമ്മ സാറിന്റെ മകളെന്ന റെസ്പെക്ട്. വല്ല പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ബഹുമാനവും സ്നേഹമുള്ള ഒരാളെ എനിക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ നിന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല. ഞാൻ എന്റെ മകളുടെ മനസ്സ് മാത്രമേ കണ്ടുള്ളൂ. എന്നുവെച്ച് ഞാൻ ത്യാഗമൊന്നും ചെയ്തിട്ടില്ല മാഡം. എന്നെ കല്യാണം കഴിച്ചെന്ന ത്യാഗം ഋതിക മാഡമല്ലേ ചെയ്ത? നീ ഇപ്പൊ കാണിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ ആര് പറഞ്ഞിട്ടാണെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കരുതായിരുന്നു. കല്യാണം കഴിച്ചിട്ട് അവളെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? എനിക്ക് ഋതിക മാഡത്തോട് വലിയ വലിയ ഇഷ്ടവും ബഹുമാനമായിരുന്നു. പക്ഷെ അത് പ്രണയമല്ലായിരുന്നു. ഇത് വലിയ പ്രശ്നമാവുമല്ലോ. ഒരു പ്രശ്നമില്ല മാഡം. പക്ഷെ എനിക്ക് ഋതിക മാഡത്തോട് ഇപ്പൊ അങ്ങനെയല്ല. എന്നുവെച്ചാ ഇപ്പൊ നിനക്ക് ഋതുമോളോട് പ്രണയമുണ്ടോ? ഉണ്ട്. എനിക്ക് മാഡത്തോടുള്ള ഇഷ്ടം ഇപ്പൊ പ്രണയ. നീ ഒരു മണ്ടനാണോടാ രാജു? ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയാ അത് അവളോട് തുറന്നു പറയണ്ടേ? ആങ്ങളമാരെയോ അച്ഛന്റെയോ അടി കിട്ടൂന്ന് കരുതി പറയാതിരിക്കാൻ ഇത് അന്യ പെണ്ണെന്നോ അല്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ? ആണ്. നീ ഋതുമോളോട് നിന്റെ പ്രണയം തുറന്നു പറയണം. പറഞ്ഞേ പറ്റൂ. പറയോ? പറയാം. അതല്ല, അത് തുറന്നു പറയാനൊരു സ്റ്റാർട്ടിംഗ് ട്രബിള് അത്രേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് ട്രബിള്? നീ ഇത്രയ്ക്ക് നാണം കുണിങ്ങാണോടാ? അമ്മ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയതുണ്ടാ ഇങ്ങനെ? തന്റെ വെൽവിഷറായിട്ട് വന്ന മീരാന്റി തന്നെയാണ് പത്മാവതി വർമ്മ എന്ന സത്യം